ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഗോവയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗോവയിൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് ദിവസത്തേക്കിനല്ല, ഒരുപാട് ദിവസത്തേക്കിനായിട്ടല്ല വന്നത്, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോകുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് ഗോവ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ വായു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി താഴെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റെയിൻകോട്ടൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മഴയാണ്, ഇന്നത്തെ ദിവസവും മഴയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടൊക്കെ നിന്നു. അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ അവിടെ രണ്ടുപേരും ഫോട്ടോ എടുക്കുന്നു. ഓരോ കപ്പിൾസ് ഓരോ വീതം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുപ്പിന് ശേഷം ഗ്രൂപ്പായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് റിസോർട്ടിന് റിവ്യൂ ഒക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളവിടുന്ന് പിരിഞ്ഞത്. കുറേ നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തായിരുന്നു. ഫോട്ടോഷൂട്ടിൻ്റെ അപാരതകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറെ നേരങ്ങൾക്കൊടുവിൽ ഞങ്ങൾ യാത്ര തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബൈ. ജാൻമണി ഭയ്യ. അപ്പോൾ അത് അവിടുത്തെ കെയർടേക്കറാണ് കേട്ടോ, ജാനു എന്നും കണ്ടാണ് പേര്. അപ്പോൾ ഞങ്ങൾ പുള്ളിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള നല്ല അടിപൊളി കാഴ്ചകളാണ് ഇതൊക്കെ. തെങ്ങുംതോപ്പുകളാണ്, പാടത്തിൻ്റെ അപ്പുറം ഇപ്പുറം തെങ്ങുംതോപ്പുകളാണ്. ഇവിടെ നമുക്ക് കാറോ ബൈക്കോ ഒന്നും ഇറങ്ങി നിർത്താനായിട്ട് പറ്റത്തില്ല. കാരണം അങ്ങനെ നിർത്തിയത് തന്നെ ഈ വഴി ബ്ലോക്ക് ആവും കേട്ടോ. അതുകൊണ്ടാണ് അവർ നിർത്തിക്കാത്തത്. അങ്ങനെ അഥവാ ഇറങ്ങി നിൽക്കണേ തന്നെ വണ്ടിയും കാറും ഒക്കെ വേറെ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തതിന് ശേഷം വേണം ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. അപ്പം അവരിവിടെ സൈക്കിളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലെ സൈക്കിളൊക്കെ ചവിട്ടി നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു അന്തരീക്ഷമാണ്. അവർ ഒരു ചെറിയതുപോലും ബിസിനസ് ആക്കാനുള്ള അവരുടെ ഒരു മൈൻഡാണ്. ഞങ്ങൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. നമ്മുടെ ഇവിടെയും പാടങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. പക്ഷേ ആൾക്കാർക്ക് എങ്ങനെ അതൊരു ബിസിനസ് മൈൻഡിൽ കൊണ്ടുവരണം എന്നുള്ളത് അവരുടെ ഒരു വേറിട്ട ചിന്തകളായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാഴ്ചകൾ. നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ്. ഞങ്ങൾ ഗോവയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ഉച്ചത്തെ ഫുഡും രാവിലത്തെ ഫുഡും ഒക്കെ ഒറ്റ നേരമാണ് ഞങ്ങൾ കഴിക്കുന്നത്. കാരണം എല്ലാത്തിനും ഞങ്ങൾക്ക് ടൈം ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ താമസിച്ചാണ്. കാരണം അവിടെയാണ് ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതെന്ന് വേണേൽ പറയാം. അങ്ങനെ ഞങ്ങളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ചെല്ലുമ്പോൾ തന്നെ മദ്യമൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ഇതൊക്കെ അലോഡായതുകൊണ്ട് അതൊന്നും ഒരു പ്രോബ്ലം അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തതിൻ്റെ ചർച്ചയിലാണ്. ഗോവയിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഫ്ലോപ്പ് ആവുന്നത് ഞങ്ങൾ ഫുഡ് കഴിപ്പായിരുന്നു. കാരണം എന്ത് ഓർഡർ ചെയ്താലും ഒന്നെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഫുഡ് മോശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ഇവിടെ വന്നപ്പോൾ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എല്ലാം 2 പ്ലേറ്റ് വീതം മാത്രമാണ് ഓർഡർ ചെയ്തത്. കഴിച്ചില്ലെങ്കിലോ എന്നുള്ള ഒരു ഇതുണ്ടാവും. കാരണം ഇതൊക്കെ ചൈനീസ് ഫുഡാണ്, എല്ലാവരും കഴിക്കണം എന്നില്ല, എല്ലാവർക്കും എല്ലാം ടേസ്റ്റ് പിടിക്കണം എന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിപൂർവ്വം ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്താണ് ഇരുന്നത്. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ വന്ന സാധനത്തിന്റെ പേര്, ഇപ്പൊ വന്ന ഫുഡിന്റെ പേര് ഇത് പ്രൗൺസ് താലി. പ്രൗൺസ് താലി. ഇത് മറ്റേ ഫിഷ്. ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ സരികയുടെയും അഗിനയുടെയും പ്ലാനായിരുന്നു ഫിഷ് താലി, പ്രോൺസ് താലി, അങ്ങനെ താലി ഫുഡ് കഴിക്കണം എന്നുള്ളത്. കാരണം ഗോവയിൽ വരുമ്പം അതെന്തായാലും മസ്റ്റായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞാണ് അവളുമാർ വന്നത് തന്നെ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ 2 പ്ലേറ്റ് മാത്രമായിട്ട് ഓർഡർ ചെയ്തത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോക്ടെയിലാണ് കേട്ടോ, മൊജിറ്റോ കോക്ടെയിൽ. അതിനകത്ത് ചെറിയ തോതിൽ ഫെനിയൊക്കെ ഒഴിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഓരോ ഗ്ലാസ് വീതം കപ്പിൾസിന് അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്തു. അപ്പം ഞങ്ങൾ എല്ലാ ഭക്ഷണവും ടേസ്റ്റ് ചെയ്താണ് കഴിക്കുന്നത്. അപ്പോൾ ചേട്ടാ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു, ഇത് ഇന്ന സാധനമാണ്, ഇത് ഇന്നതാണ്, ഇത് ഇന്ന രീതിയിലാണ് കഴിക്കേണ്ടത്. അങ്ങനെ പുള്ളി എനിക്ക് തന്ന് കുറച്ചൊക്കെ വാരിയും തന്നു കേട്ടോ. അത് കഴിക്കേണ്ട രീതിക്ക് കഴിക്കാൻ വേണ്ടി ആൾ എനിക്ക് വാരിയൊക്കെ തന്നാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ടേസ്റ്റ് ചെയ്യാത്ത പലതരം ഫുഡുകൾ ടേസ്റ്റ് ചെയ്തു. അതാണ് എനിക്കത്
പറയാനുള്ളത്. എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചവിടെ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തു. അപ്പം ഞങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇനി അടുത്ത യാത്രയിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ചേട്ടായി ലഗേജൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ചേട്ടായി കുറേ നേരമായിരുന്നു പറയുന്നുണ്ട്, ഞാൻ ബീച്ചിലോട്ട് പോകുമ്പോഴത്തേക്കിനും ഡ്രസ്സ് ഞാൻ മാറും, എനിക്ക് ഒരു ഡ്രസ്സ് മേടിക്കണം എന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു കടയിലോട്ട് കയറി ചെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ പല ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആ കട കാണാനായിട്ട്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കി. ചിലതൊക്കെ മേടിച്ചു. കൂളിംഗ് ഗ്ലാസ്സൊക്കെ മേടിക്കാനായിട്ടാണ് കയറിയത്. ചിലതിടത്തൊക്കെ പല റേറ്റ് പല വിലകളൊക്കെ പറയുന്നതുകൊണ്ട് കയറും ഇറങ്ങും ഒക്കെയാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റോണിൻ്റെ തന്നെ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ അവർ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് അനുവദിക്കത്തില്ല. അയ്യോ, എനിക്ക് അവിടെ കയറിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ലൊരു ഫാൻറ്റസി ലോകത്തിലേക്ക് കയറി ചെന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അവർ അത് വീഡിയോ എടുക്കാൻ അലോഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത് കേട്ടോ. പല ടൈപ്പ് സാധനങ്ങളുണ്ട്, ഇഷ്ടമുള്ള പോലെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്കിന് കടയുടെ തൊട്ടടുത്തൂടെ വന്നതാണ് ഒരു കാട്ടുപന്നി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാട്ടുപന്നീനെ നേരിട്ട് കാണുന്നത്. അതിങ്ങനെ വഴിയിൽ വെറുതെ നടക്കുകയാണ്, ആൾക്കാരൊന്നും അതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കൊരു പെട്ടെന്നൊരു ഇതായിട്ട് തോന്നി, അയ്യോ കാട്ടുപന്നി എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. അപ്പം ഞങ്ങൾ ഏകദേശം അത് വീഡിയോ പകർത്താൻ വേണ്ടി ഒന്ന് സൈഡിലോട്ട് മാറി നിന്നാണ്. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ചാപ്ര ഫോർട്ടിലേക്കാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ സൈഡാക്കി വെക്കുകയാണ്. അപ്പോൾ അത് അവിടെ കുറേ നേരം നിന്ന് ഒന്നെങ്കിൽ ബാഗും ലഗേജിൽ നിന്നും കുറേ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടാവും. പിന്നെ റെയിൻകോട്ട് എടുക്കണം, അത് മാറണം, അങ്ങനെ കുറേ പരിപാടികളാണ് കേട്ടോ. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമയം പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത് അങ്ങോട്ട് ചാപ്ര ഫോർട്ടിലോട്ട് കയറി പോകുന്ന കയറ്റമാണ്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കടകളുണ്ട്, എന്ത് വേണമെങ്കിലും മേടിച്ച് കഴിക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. അവിടെ കസേരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മുകളിലോട്ട് കയറി ചെല്ലണം. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കിന് നല്ല വിശാലമായ കാഴ്ചകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ദൂരെ നിന്നുള്ള കടലിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത്. ഭയങ്കര മനോഹരമാണ്. നമുക്ക് മുകളിൽ നിന്ന് കടൽ കാണുമ്പോഴത്തേക്കിന് നമ്മളെപ്പോഴും അടുത്ത് നിന്നല്ലേ കടൽ കാണാറുള്ളത്. അപ്പം ഗോവയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ കടൽ, മലനിരകൾ, ഇതെല്ലാം ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും. അത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മഴ സമയത്ത് പോയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രകൃതി ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ പോയി വന്നതിന് ശേഷമാണ് അല്ലാത്ത കാലാവസ്ഥയിലുള്ള ഗോവ കാണുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പറയുകയും ചെയ്ത് അതിലും നല്ലത് മഴയത്ത് പോയതാണ്, മൺസൂൺ സമയത്താണ് നല്ലത്. മഴ നനയും, അത് ഉറപ്പാണ്. പക്ഷേ ആ സമയത്ത് ഗോവ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഭയങ്കര പച്ചപ്പായിരിക്കും ഗോവയ്ക്ക്. അല്ലാത്ത ടൈമുകളിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കടലിൻ്റെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. കുറേ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഒന്നും ഇടാൻ പറ്റിയില്ല. കാരണം റെയിൻ കോട്ടിലല്ലേ നടക്കുന്നത്. പല ഡ്രസ്സ് മേടിച്ചിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, എല്ലാം റെയിൻ കോട്ടിൽ മുങ്ങി പോവാന്നുള്ളത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നടന്നു വരികയാണ്. അപ്പം ഞങ്ങൾ മുന്നോട്ട് നടന്നു പോകുന്നത് കടലിലെ നല്ലൊരു വ്യൂ കാണാനായിട്ട് വേണ്ടിയാണ് കേട്ടോ. ചാപ്ര ഫോർട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. 10,000 രൂപയ്ക്കൊക്കെ ഡ്രസ്സും മേടിച്ച് റെയിൻ കോട്ട് ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും. ഞങ്ങളത് പറഞ്ഞ് ട്രോളിയാണ് നടന്നു വരുന്നത്. അപ്പോൾ ആകെ ഒരു മഴയായിപ്പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആ ഒരു ടൈമൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ ആയാലും ഞങ്ങളെടുത്ത റിസോർട്ടിലായാലും ഞങ്ങൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ അതെ, വരുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, കാറ്റാണ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും നാട്ടിൽ നിന്ന് ഡ്രസ്സൊന്നും ആയിട്ട് വരണ്ട. ഇവിടെ വന്ന് ഇല പേശി ഡ്രസ്സ് മേടിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ലഗേജൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും പോക്കും ഒക്കെ. അപ്പോൾ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ബൈ.
അപ്പോൾ അവിടുത്തെ വ്യൂവും കാഴ്ചകളും എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പം കടലിൽ നല്ലൊരു വ്യൂ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. കയറിപ്പോയ ടൈമിൽ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ആ ടൈമിൽ മഴ നല്ലപോലെ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്ത് എൻ്റെ മുഖത്തെ പല മേക്കപ്പും എല്ലാം ഒഴിച്ചു പോയി. ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ കാണുമ്പോഴാണ് എൻ്റെ കണ്ണിൽ മേളിലെല്ലാം ഇങ്ങനെ കൺമഷിയും ഇതെല്ലാം പടർന്നായിരിക്കുന്നതെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് യാത്രകളൊക്കെ ചെയ്ത് മാക്സിമം യാത്രകളൊക്കെ ചെയ്ത് ലൈഫ് ആഘോഷിച്ച് ജീവിക്കുക എന്നുള്ളൊരു തത്വമാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇതെൻ്റെ വാക്കുകളല്ല, ഇതെൻ്റെ കെട്ടിയോൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഗോവ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.